മൊഴികളിൽ നീരാട മിഴികൾ നീന്തി അലയ ഇരുളിലോ ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാ ദിവസവും പോലെ തന്നെ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. നല്ല മഴയും ഇതൊക്കെ ആയിട്ട് ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരു കോഫി കുടിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് യൂഷ്വലി ടൈമായപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എന്നെക്കാട്ടും നേരത്തെ ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഇന്ന് ബാക്കിലേക്കായത്. നല്ല തണുവായതുകൊണ്ട് നല്ല ലേറ്റായി എണീക്കാൻ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞൊരു ഇതുണ്ടാവില്ല, കഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല വയറില്ല. അപ്പം ഞാനൊരു 2 ഇഡ്ഡലി എടുത്തിട്ട് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിക്കുമല്ലോ രാവിലെ, അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ റെഡിയായി, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നു. 1.5 hours ക്ലാസ്സിലും വെള്ളം കുടിക്കാൻ തയ്ക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട്. അപ്പോൾ ഞാൻ വെള്ളം കൈപ്പിടിച്ചു. പിന്നെ ഒരുങ്ങി കഴിഞ്ഞ് ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ട് ഒരുമിച്ചാണ് പോണത്. ഉണ്ണീനെ പോകണ വഴിക്ക് സ്കൂളിൽ ഇറക്കും. അതുകൊണ്ട് ഞാനും അമ്മയും ഷൊർണൂർ പോവും. ഞാൻ ഷൊർണൂർ ക്ലാസ്സിന് കയറും, അമ്മ അവിടെ നേരെ പട്ടാമ്പിക്ക് വർക്കിന് പോവും. അങ്ങനെയാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറ്. മഴയുള്ള ദിവസം മാത്രം ഞാൻ ബസ്സിൽ പോവും. അപ്പോൾ ഉണ്ണീനെ ഞങ്ങൾ സ്കൂളിലാക്കി കൊടുത്ത്. ഇവിടെ തന്നെയാണ് ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഞങ്ങളാക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ബസ് മിസ്സാവുമെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോവും. അങ്ങനെ നമ്മൾ 2 പേരാവും പിന്നെ അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയതിന് ശേഷം എനിക്കൊന്ന് കമ്മൽ മേടിക്കണമായിരുന്നു. എൻ്റെ കയ്യിൽ ആകെ ഒരു കമ്മലുള്ളൂ, ഈ ചെറിയ ഇതിൽ ഒരു കമ്മലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കമ്മൽ മേടിച്ചു. എനിക്ക് ഈ കമ്മൽ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അത് മേടിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ ക്ലാസ്സിൽ പോയി. ഇന്ന് ക്ലാസ്സിൽ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തു മാഷ്. അപ്പോൾ അങ്ങനെ മാഷ് ക്ലാസ് എടുത്തതിന് ഞങ്ങൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെച്ച് വെറുതെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി മാഷ് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു 10:55 ഒക്കെ ആകുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പ്രശ്നമായിട്ട്, അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. പിന്നെ എൻ്റെ ഫോണിൽ നെറ്റും കഴിഞ്ഞു. അപ്പോൾ അത് റീചാർജ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 2 ഒരു ഫോൺ ഷോപ്പിൽ പോയി. അവളുടെ ഫോൺ റെഡിയാക്കാൻ കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഫോൺ മേടിച്ചിട്ട് ആദ്യമായിട്ട് തോന്നുന്നു ഡിസ്പ്ലേ പോകണം, അവളെ ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറി. ഞങ്ങൾ പപ്സും പിന്നെ മിലോക്കുള്ള ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ ബസ്സും വരും. അപ്പോൾ ഒരു കറക്റ്റ് ടൈം ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ച്. പിന്നെ അധികം മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ട്, മീൻസ് ഡോർ വാതിൽ മറ്റേ ബസ്സിൻ്റെ, അപ്പോൾ അതൊക്കെ തുറന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്തോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിനെ പറ്റിയാണ് പറയണത്. അത് കഴിഞ്ഞ് ബസ്സൊക്കെ ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് നടക്കാണ്ട് വിടുന്നു. അപ്പം അത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാണ്. കാരണം ഞാൻ രാവിലെ ആ 2 ഇഡ്ഡലി കഴിച്ച് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 12 o'clock ആവും. 11:30 ഇവിടെ നിന്ന് ബസ് എത്തുമ്പോൾ ഒരു 12 ആവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പപ്സൊക്കെ കഴിച്ചു. അത് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുക്കും കുറേ നേരം. ഒരു 1 o'clock വരെ പിന്നെ ഇങ്ങനെ കിടക്കും. മിലാവിനെ കളിപ്പിച്ചിരിക്കും. പിന്നെ അവന് ഈ ഒരു ബിസ്ക്കറ്റും കൂടിയും കൊടുത്തു. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.